തണ്ണിമത്തം കട്ട് ചെയ്ത് മോന് കൊടുത്തു. അവൻ തിന്നാൻ നിന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ കുരുവോടെ തിന്നരുത്, അത് വയറ്റിന്ന് മുളയ്ക്കുമെന്ന്. പക്ഷേ അവനത് കേൾക്കാതെ ആർത്തിയോടെ തിന്നു. അതിന്റെ കുരു അങ്ങനെ വയറ്റിലെത്തി അവിടെ കിടന്ന് മുളച്ചു. രാവിലെ എണീറ്റപ്പോ ബെഡിൽ ഇതേ ഫുള്ള് ഇലകള്. കുളിക്കാൻ ബാത്റൂമിൽ പോയി. അവിടെ നിന്ന് മൂക്കിൽ വിരലിട്ടപ്പോഴാണ് തണ്ണിമത്തന്റെ വള്ളി ഇതാ മൂക്കിലൂടെ വരുന്നത് കണ്ടത്. അവൻ അത് വലിച്ചു പുറത്തിട്ടു. ആകെ പേടിച്ചു പോയി. വീണ്ടും മൂക്കിന്ന് വളരാൻ തുടങ്ങി. സ്കൂളിലെത്തിയപ്പോ മൂക്കിലൂടെയൊക്കെ വള്ളികളൊക്കെ ഒരുപാട് പുറത്തെത്തിയിരുന്നു. തണ്ണിമത്തൻ വള്ളി തടഞ്ഞ് ടീച്ചറും വീണു. അവനെ ടീച്ചർ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പതേ ചെവിയിലൂടെയും വള്ളികൾ വന്നു. മൂക്കിലെ വള്ളി പിടിച്ച് വലിച്ചത് മൂക്കിലൂടെ തണ്ണിമത്തന്റെ നീര് വരുന്നു. അവൻ അത് കുടിച്ചു. അപ്പൊ മൂക്കിലൂടെ കുറെ ജ്യൂസ് ഒഴുകി വരാൻ തുടങ്ങി. അതെല്ലാം അവൻ കുടിച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയപ്പോ ഡോക്ടർ കണ്ണ് പരിശോധിച്ചു. അപ്പൊ കൃഷ്ണപണി വിത്ത് പോലെ ആയിരിക്കുന്നു. വായ പരിശോധിച്ചു. അപ്പതേ വായയിൽ തണ്ണിമത്തൻ നിൽക്കുന്നു. ചെവിയിലെയും മൂക്കിലെയും വള്ളികളെല്ലാം ഡോക്ടർ വെട്ടിമാറ്റി. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി പേടിച്ചിട്ട്. പക്ഷെ അവന്റെ വയറ് വീർത്ത് വരികയാണ് തണ്ണിമത്തൻ പോലെ. അവന്റെ ഫ്രണ്ട്സ് അവനെ വലിച്ചോണ്ട് പോയി. സ്പോർട്സ് ആയിരുന്നു സ്കൂളിൽ. വിസിൽ അടിച്ചതും അവൻ ഓടാതെ ഉരുണ്ട് പോയി. പക്ഷെ അവനാണ് ഫസ്റ്റ് അടിച്ചത്. ഒടുക്കം അവനൊരു തണ്ണിമത്തനായി. അവനൊരു ഹാരത്തിന് പോയി. അവിടെ പാർക്കിലുള്ള സീസോയിലും ഊഞ്ഞാലിലൊക്കെ ആടി അപ്പുറത്തെ കണ്ടത്ത് പോയി വീണു. പൊട്ടി പീസായി. അവന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഓടി വന്ന് പൊട്ടിയ തണ്ണിമത്തൻ പെറുക്കി തിന്നു.